ഈ കേരളത്തിൽ ഒരാൾ ജീവിക്കണമെങ്കിൽ, ഒരു ദിവസം ഒരാൾക്ക് ജീവിക്കണമെങ്കിൽ, ഒരു കുടുംബത്തിന് വേണ്ട ഒരു വ്യക്തിക്ക് ജീവിക്കണമെങ്കിൽ എത്ര രൂപ വേണം? എത്രയാണ്? നമ്മുടെ ആരോഗ്യമന്ത്രി നേരത്തെ പത്രപ്രവർത്തകയായിരുന്നു, ഇപ്പോൾ ആരോഗ്യമന്ത്രിയായിരിക്കുന്നത് ഇവിടുത്തെ ഏറ്റവും കൊടികെട്ടിയ ഒരു എന്താണ് തൊഴിലാളി വർഗ പാർട്ടിയുടെ നേതാവാണെന്ന് പറഞ്ഞുകൊണ്ടാണ് അധികാരത്തിലിരിക്കുന്നത്. അവരെ പ്രതിനിധാനം ചെയ്യുന്ന പാർട്ടി, അതിനൊരു ട്രേഡ് യൂണിയൻ ഉണ്ട്, CITU എന്നാണ് പേര്. അവരെ നമുക്കറിയാം. ഞാനും തൊഴിലാളി സംഘടനയിൽ പ്രവർത്തിക്കുന്ന ആളാണ്. ദേശീയ തലത്തിൽ സംയുക്ത ട്രേഡ് യൂണിയനുകളുണ്ട്, അവരെത്രയാണ് ആവശ്യപ്പെടുന്നത്? നമ്മൾക്ക് ILO എന്ന് പറയുന്ന സംഘടനയുണ്ട്, ഇന്ത്യൻ ലേബർ കോൺഫറൻസ് ഉണ്ട്. അവരൊക്കെ ഒരു തൊഴിലാളിക്ക് ഒരു മാസം വേണ്ടുന്ന ജീവിക്കുവാൻ വേണ്ടുന്ന മിനിമം വേതനമായിട്ട് ആവശ്യപ്പെടുന്നത് എത്രയാണ്? 40,000 രൂപയുണ്ടെങ്കിലേ ഇന്നൊരു തൊഴിലാളിക്ക് മിനിമം വേതനമാകൂ. മനുഷ്യനെ പോലെ ജീവിക്കുവാൻ വേണ്ടുന്ന വേതനമാണ്. അവിടെയാണ് 7,000 രൂപ ഓണറേറിയം അത് കൂട്ടി ചോദിക്കുന്നത് അനാവശ്യമാണെന്ന് നമ്മുടെ ആരോഗ്യമന്ത്രിക്ക് തോന്നുന്നത്. ആരോഗ്യമന്ത്രിക്ക് എത്ര പേഴ്സണൽ സ്റ്റാഫ് ഉണ്ട്? നിങ്ങളൊന്ന് അന്വേഷിച്ച് നോക്ക്. ആരാണ് അവരെ നിയമിച്ചത്? എന്ത് യോഗ്യതയുടെ അടിസ്ഥാനത്തിലാണ്? അവർക്കൊരു മാസം എത്ര രൂപ ഓണറേറിയം കിട്ടും? അവരുടെ പേഴ്സണൽ സ്റ്റാഫിനെ, അവരുടെ പാചക തൊഴിലാളിയെ 7,000 രൂപയ്ക്ക് അവർക്ക് നിയമിക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ ഈ പറയുന്ന ഇൻസെന്റീവ് കൊടുത്ത് നിയമിക്കാൻ പറ്റുമോ? അപ്പൊ ഈ മന്ത്രിക്ക് മാസാമാസം ആദ്യത്തെ ദിവസങ്ങളിൽ അവരുടെ അക്കൗണ്ടിലേക്ക് അവരുടെ ശമ്പളം ചെല്ലില്ലേ? അപ്പോൾ ജോലി ചെയ്യുന്ന ആശമാർക്ക് 3 മാസം കഴിഞ്ഞു 3.5 മാസമായി. നവംബർ മാസം മുതൽ ഓണറേറിയം മുടങ്ങിക്കിടക്കുകയാണ്. ഈ നക്കാപ്പിച്ച കാശ്, ഈ 7,000 രൂപ ഈ 3.5 മാസമായിട്ട് മുടക്കിയിട്ടിട്ട് ഇവരാരും ശമ്പളം വാങ്ങിക്കുന്നില്ലേ? ഈ ഉദ്യോഗസ്ഥന്മാരും ഉന്നത തലത്തിലിരിക്കുന്ന ആളുകൾ, നയരൂപീകരണം നടത്തുന്ന ആളുകൾ, അവരാരും ശമ്പളം വാങ്ങിക്കുന്നില്ലേ? നമ്മുടെ മന്ത്രിമാർക്ക്, അവർക്ക് വിദേശത്ത് പോയി ചികിത്സ നടത്തണം. ഒരു മന്ത്രി, ഇവിടുത്തെ മന്ത്രിമാര് ഇവിടെ മെഡിക്കൽ കോളേജിൽ ഒരു ദിവസം കിടന്നാൽ പോലും ലക്ഷങ്ങളുടെ ബില്ലടിച്ച് കാശ് വാങ്ങിക്കുന്ന ആളുകളാണ്. അവരാണ് പറയുന്നത് ആശമാർക്ക് 7,000 രൂപ ഓണറേറിയം വാങ്ങിക്കുന്ന ആശമാര് കൂടുതൽ ചോദിക്കാൻ പാടില്ല. 10-17 വർഷം ജോലി ചെയ്ത ആളുകൾ 62 വയസ്സാകുമ്പോൾ വീട്ടിൽ പൊക്കോളാനാണ് പറയുന്നത്. എവിടത്തെ ന്യായമാണ്? എവിടത്തെ തൊഴിലാളി നിയമമാണിത്? എവിടത്തെ ജനാധിപത്യമാണിത്? 62 വയസ്സാകുമ്പോൾ നിങ്ങൾ വീട്ടിൽ പോയിരുന്നോളാൻ പറയും. അത് കഴിഞ്ഞ് നമ്മളങ്ങനെ പട്ടിണി കിടന്ന് മരിക്കണമോ എന്നാണ് അവർ പറയുന്നത്. ആശയെ നിയമിക്കുവാനുള്ള യോഗ്യതകൾ എന്താണ്? ഏറ്റവും ദുർബലരായ വിഭാഗത്തിൽ നിന്നുള്ള സ്ത്രീകൾ, അവർ കുടുംബത്തെ സപ്പോർട്ട് ചെയ്യുന്ന, സാമ്പത്തികമായിട്ട് കുടുംബത്തെ പിന്തുണയ്ക്കുവാൻ നിർബന്ധിതരായി തീരുന്ന, എന്താണ് സിംഗിൾ പേരന്റ് എന്ന് പറയുന്ന അമ്മമാർ മാത്രം കുഞ്ഞുങ്ങളെ നോക്കുന്ന, അല്ലെങ്കിൽ ഭർത്താക്കന്മാരില്ലാത്തവർ, ദുർബലരായ രോഗികളായ ഭർത്താക്കന്മാരുള്ളവർ, അങ്ങനെയുള്ള ഏറ്റവും അവശരും ദുർബലരുമായ കുടുംബങ്ങളിൽ നിന്ന് സ്ത്രീകളെ ആശമാരായിട്ട് നിയമിച്ചിട്ട് പറയുകയാണ്, നിങ്ങൾ 4 മാസവും 5 മാസവും ശമ്പളമില്ലാതെ പണിയെടുത്തോളാൻ പറയുന്നത് ഇതെന്ത് ന്യായമാണ്? 62 വയസ്സ് കഴിയുമ്പോൾ നിങ്ങൾ പിരിഞ്ഞു പൊക്കോളാൻ പറയുന്നു. ഒന്നും കൊടുക്കാതെ ഒരു ദിവസം ഒരു ഉത്തരവിറക്കി നമ്മുടെ കയ്യിലേക്ക് തരികയാണ്. നിങ്ങൾക്ക് 62 വയസ്സായി, നിങ്ങൾ വീട്ടിൽ പോയിരുന്നോളാൻ. ഇതെന്ത് ന്യായമാണ്? ഇതാണോ തൊഴിലാളികളോട് ഒരു തൊഴിലാളി ഗവൺമെന്റ് ചെയ്യേണ്ടതെന്ന്? എന്നിട്ട് പറയുകയാണ് സെക്രട്ടേറിയറ്റിന് മുന്നിൽ ആശമാര് നടത്തുന്ന അനാവശ്യ സമരമാണ്. ഞങ്ങളെല്ലാം CITU സമരം ചെയ്തു, ഞങ്ങളെല്ലാം ഒത്തുതീർപ്പാക്കി. എന്തോ തീർപ്പ്? CITUവിന്റെ നേതാക്കന്മാർ ചെന്ന് ആവശ്യപ്പെട്ടു, ആശമാരെടുക്കുക കൊടുക്കുന്ന 7,000 രൂപയ്ക്ക് അതിന് മാനദണ്ഡം ഉണ്ടാക്കണമെന്ന് പറഞ്ഞു. 10 മാനദണ്ഡം ഉണ്ടാക്കി വെച്ചിരിക്കുന്നു. അതെല്ലാം പാലിച്ചെങ്കിൽ മാത്രമേ 7,000 തരത്തുള്ളെന്ന് പറഞ്ഞു. എന്നിട്ട് പല ആശമാരുടെയും ഓണറേറിയം വെട്ടിക്കുറച്ചിട്ട് 3,000 4,000 ആക്കി. എന്നിട്ട് അവര് പോയി അവിടെ NHMന്റെ മുന്നിൽ പോയിരുന്ന് സമരം ചെയ്യുകയാണ്. എന്തുകൊണ്ട് സെക്രട്ടേറിയറ്റിന് മുന്നിൽ വന്നില്ല?